നാടിൻ്റെ നൊമ്പരമായി മാറിയിരിക്കുന്നു മിഥുൻ. ഇത്തരത്തിൽ ഒഴിവില്ലാതെ ആളുകൾ ഒഴുകുകയാണ് ആ വീട്ടിലേക്ക്. ആ മിഥുനെ, പ്രിയപ്പെട്ടവനെ അവസാനം നോക്ക് കാണാൻ. അതാ വിളന്തറയുടെ ചുറ്റുഭാഗത്തുള്ളവരല്ല, തെവലക്കര സ്കൂളിൻ്റെ ചുറ്റുഭാഗത്തുള്ളവരല്ല, അതിനപ്പുറത്തേക്ക് കേരളക്കരയാകെയുണ്ട്, പല ജില്ലകളിൽ നിന്നെത്തിയവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുപാട് മനുഷ്യർ ഇപ്പോഴും മിഥുൻ്റെ ഈ അവസാന നിമിഷത്തെ, ഈ അവസാന നോക്ക് കാണാൻ അവിടെ എത്തുന്നവർ, അത് ടി വിയിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവർ, അവന് വേണ്ടി പ്രാർത്ഥനയായി ചുരിയുന്നവർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ ഇപ്പോൾ മിഥുനോടൊപ്പം അവൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ആ ഒരു വല്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരു നൊമ്പര കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യർ വരുന്നു, അവരുടെ ആ കണ്ണുകളുണ്ട് ആ മിഥുൻ അവർക്ക് എന്തായിരുന്നു എന്നുള്ളത്. ആ മിഥുൻ എന്തായിരുന്നു എന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ നാടിൽ നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. ഈ 13-ാം വയസ്സിൽ 8-ാം ക്ലാസ്സുകാരനൊക്കെ ഇത്രത്തോളം ചേർന്ന് നിൽക്കാൻ, ഒരു നാട്ടിൽ ഇത്രത്തോളം നിറഞ്ഞു നിൽക്കാൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നിൽക്കാനൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിൻ്റെ പേര് കൂടിയാണ് മിഥുൻ. അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ, അവിടുത്തെ പ്രായഭേദമന്യേ മൂത്തവരുടെ, ഇളയവരുടെ, കുട്ടികളുടെ, മുത്തശ്ശിമാരുടെ, അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ മിഥുനെ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന പ്രിയപ്പെട്ടവൻ ചേതനേറ്റ് കിടക്കുന്നത് കാണാൻ, അത് കണ്ടു നിൽക്കാനാകാതെ വിതുമ്പുകയാണ് ആ നാട്. ഇപ്പോൾ സലീം അലിക്കൂടി നമ്മോടൊപ്പം ചേരുന്നു. സലീം, മനുഷ്യർ അങ്ങേയറ്റം സങ്കടപ്പെട്ടാൽ കരയും, അതിനപ്പുറത്തേക്ക് നമ്മുടെ സങ്കടം പോയാൽ നിശ്ചലമായിരിക്കും. ഈ മിഥുൻ്റെ അച്ഛനെയും അമ്മയും കാണുമ്പോൾ നമുക്ക് ഭയമാണ്, പേടിയാണ്. അവരെ എന്ത് വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കും? നിശ്ചലമായിരിക്കുകയാണ് അവർ. അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ വിഷമത്തെ ശമിപ്പിക്കാൻ, അതൊന്ന് തണുപ്പിക്കാൻ മാത്രം പാകത്തിൽ ആശ്വാസവാക്കുകൾ നമ്മുടെ കയ്യിലില്ല സലീം. 4 മണിയോടുകൂടിയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം അത് കഴിഞ്ഞു പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ ആളുകളെ, ഇപ്പോൾ കൂടി നിൽക്കുന്ന ആളുകളെ കൂടി ഈ അവസാനവട്ടം മിഥുനെ ഒരു നോക്കുകൂടി കാണാനുള്ള ക്രമീകരണം ഒരുക്കിയതിനു ശേഷം ആ സമയത്തോടു കൂടി തന്നെ ഈ മറ്റ് ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന തിരക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തുന്നില്ല എന്നുള്ളതല്ല അർത്ഥം. കാരണം തുടക്കത്തിൽ ഇവിടേക്ക് ഈ മൃതദേഹം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ വിളന്തറ എന്നൊരു ഗ്രാമപ്രദേശം, അത് ആ ഗ്രാമപ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും അധികം ആളുകളായിരുന്നു ഇവിടെ ഒഴുകി എത്തിയത്. ഈ നാട് ഇതിനു മുൻപ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്രയധികം ജനക്കൂട്ടത്തെ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം അത്രയും ചെറിയൊരു ഗ്രാമപ്രദേശമാണിത്. ആ ഗ്രാമപ്രദേശത്തിലാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം ഇവിടെ ഒഴുകിയെത്തിയത്. മിഥുന് അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാനായി ഒഴുകിയെത്തിയ ജനമാണ്. ഇപ്പോഴും ആ ഒഴുക്ക് അവസാനിച്ചിട്ടില്ല. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന ആ വലിയ തിരക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാകും ഈ മറ്റ് ചടങ്ങുകൾ ആരംഭിക്കുക. എന്തായാലും വലിയ വേദനയാണ് ഈ നാട്ടിൽ ഉള്ളത്. നമ്മൾ ഇവിടേക്ക് എത്തുന്ന ആ സമയത്ത് ഇവിടെ ഈ അന്തരീക്ഷം മുഴുവൻ വലിയ ശബ്ദമായിരുന്നു, പൊട്ടിക്കരച്ചിലിന്റെ ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ കുട്ടിയുടെ അമ്മ കൂടി എത്തിയതോടുകൂടി ആ കരച്ചിൽ അങ്ങ് ഉച്ചത്തിലായി. പക്ഷെ ഇപ്പോൾ ആ കരച്ചിലോ ആ നിലയിലുള്ള ശബ്ദങ്ങളോ ഇവിടെ കേൾക്കാനില്ല. അത് ഏതെങ്കിലും നിലയിൽ അവരുടെ വേദന മാറിയിട്ടല്ല, പക്ഷേ കരഞ്ഞു തളർന്ന് അവരുടെ ശബ്ദമില്ലാതായതാണ്. അത്രയധികം വേദനയിലാണ് ഈ നാടൊന്നാകെ ആ കുടുംബത്തിനൊപ്പം ചേരുന്നത്. ഈ വീട് ഒരു ചെറിയ വീട്, ഇത് ഏതെങ്കിലും നിലയിൽ വീട് എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയുമോ എന്നറിയില്ല. ഈ വീട് ഒന്ന് വലുതാക്കാൻ, അതൊന്ന് കരുപ്പിടിപ്പിക്കാൻ പോയ അമ്മയാണ്. ആ അമ്മ തിരികെ വന്നത് ഉള്ളിൽ അത്രയും വലിയ വേദനയും ഘനവും കൊണ്ടാണ് തിരിച്ച് ഫ്ലൈറ്റിലും അതിനു പിന്നാലെ കാറിലും ഇവിടേക്ക് എത്തിയത്. അതിനൊടുവിൽ കണ്ട കാഴ്ച മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനെയും വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിരുന്നു. അത്രയധികം വേദന നൽകുന്ന കാഴ്ചകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ കാഴ്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നല്ല മഴ ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ സമയമായി പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു അല്പമെങ്കിലും ശമനമുണ്ടായത്. പക്ഷേ അപ്പോഴും ഈ കൂടി നിന്ന ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പുറത്ത്, അതായത് ഈ വീടിനോട് തൊട്ട് ചേർന്ന് ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്, ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അവൻ കളിച്ചു വളർന്ന്, അവൻ ഫുട്ബോളിനെ സ്വപ്നം കണ്ട്, ഫുട്ബോളിനെ സ്നേഹിച്ച്, അവൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കളിച്ചു വളർന്ന്, വളരെ ചെറിയ പ്രായം മുതലേ അവൻ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. ഇന്ന് ആ ഗ്രൗണ്ടിൽ അവന്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളുടേതുൾപ്പെടെയുള്ള അവന്റെ ഭൗതികദേഹം അവസാനമായി കാണാനെത്തിയ ആളുകളുടേതുൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ആ ഗ്രൗണ്ടിൽ. അത്രയും അവൻ സ്നേഹിച്ചിരുന്ന ആ ഗ്രൗണ്ടിൽ ഇപ്പോൾ അവന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളുടെ ഒരു വലിയ നിരയാണുള്ളത്.
ഒപ്പം തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യരും മിഥുനെ അറിയാവുന്നവർ ഓരോരുത്തരും മിഥുനെക്കുറിച്ച് പറയുന്നുണ്ട്, അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ മരണവാർത്തയ്ക്ക് തൊട്ടുപിറകെ മിഥുന്റെ മുത്തശ്ശി തന്നെ ഒരു കുടുക്ക മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിച്ചിരുന്നു. അതിൽ കുറച്ച് ചില്ലറത്തൊട്ടുകൾ ഇട്ട് വെച്ചിരുന്നു. ആ ചില്ലറത്തൊട്ടുകൾ നിറഞ്ഞ് നല്ലൊരു ചെരുപ്പ് സ്വന്തമായി വാങ്ങണം എന്നുള്ളതായിരുന്നു മിഥുന്റെ ആഗ്രഹം. ആ ആഗ്രഹം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ മറ്റൊരു സുഹൃത്തിന്റെ ചെരുപ്പെടുക്കാൻ കയറി അവിടെ വെച്ച് അധികൃതരുടെ അനാസ്ഥയിൽപ്പെട്ട് ആ 13കാരൻ പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയുണ്ടായിരുന്ന, പ്രായത്തെക്കാൾ കവിഞ്ഞ ബോധ്യങ്ങളുണ്ടായിരുന്നൊരു 13കാരൻ അവിടെയാണ് ഷോക്കേറ്റ് വീണത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ ഈ നാടിന്റെ സ്നേഹം, കേരളത്തിന്റെ സ്നേഹം മിഥുൻ അറിയുന്നത്, അതിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാവട്ടെ, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ മുറ്റം നിറഞ്ഞു കവിഞ്ഞായിരുന്നു അവനെ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന സമയത്ത്. അതിന് പിന്നാലെ നടന്ന വിലാപയാത്ര, വെറും 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 1 മണിക്കൂറിലധികം എടുക്കുന്ന നിലയിൽ ആ വിലാപയാത്ര റോഡിന് ഇരുവശവും കൂടി നിന്ന ആളുകൾ, അന്തിമോപചാരം അർപ്പിച്ച ആളുകളെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ അവന്റെ സ്കൂളിലേക്ക് അവൻ വലിയ ഫുട്ബോൾ കളിക്കാരനാകാൻ കഴിയും എന്ന പ്രതീക്ഷയിലായിരുന്നു ആ സ്കൂൾ തിരഞ്ഞെടുത്തത്. ആ സ്കൂളിൽ അവൻ അവസാനമായി ഒരു തവണ കൂടി വന്നപ്പോഴുണ്ടായിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ എന്തൊരാൾക്കൂട്ടമായിരുന്നു എന്നുള്ളതാണ്. ആ സ്കൂൾ പരിസരത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ആ ആൾക്കൂട്ടത്തെ എല്ലാവരെയും അവസാനമായി ഒരു നോക്ക് മിഥുനെ കാണാൻ അവസരം ഒരുക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും അവിടെ നിന്നും വിലാപയാത്രയായി വിളന്തറ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് മിഥുനെ എത്തിച്ചത്. മിഥുന്റെ സ്വന്തം നാടായ വിളന്തറയിൽ അവിടെ ഒരു കണ്ണീർ കടലാക്കി, അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ മനുഷ്യരെ ആകെ കരയിച്ച് മിഥുൻ ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആ വീട്ടിൽ, അതൊരു ചെറിയ വീടാണ്. പരമാവധി പരമാവധി ഒരു 10-20 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ചെറിയ സ്ഥലമായിരുന്നു ഇത്. അവിടെയാണ് ആയിരക്കണക്കിന് ആളുകൾ അവന് യാത്രാമൊഴി അർപ്പിക്കാനായി എത്തിയത്. അത്രയധികം സങ്കടകരമായ കാഴ്ച ഇവിടെ നിന്നും ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രമേൽ ആഴത്തിൽ ഈ നാടിന്റെ ഹൃദയത്തിൽ മിഥുൻ എന്ന 13 വയസ്സുകാരൻ ഇടം നേടിയിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും നമുക്കിപ്പോഴില്ല. കാരണം 3 ദിവസം മുൻപ് വരെ കേരളത്തിലെ മറ്റാർക്കെങ്കിലും മിഥുൻ പരിചയക്കാരനായിരുന്നില്ല, പ്രിയപ്പെട്ടവനായിരുന്നില്ല, അടുപ്പക്കാരനായിരുന്നില്ല, അവനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. പക്ഷേ വിളന്തറ എന്ന ഗ്രാമത്തിന് അവനെ പരിചയപ്പെട്ട ഓരോരുത്തർക്കും മിഥുനെക്കുറിച്ച് അറിയുമായിരുന്നു. അത് ഏതെങ്കിലും നിലയിൽ മരണശേഷം പറയുന്ന നല്ല വാക്കുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക്, വിളന്തറ എന്ന ഗ്രാമത്തിനപ്പുറത്തേക്ക് അവനെ പരിചയപ്പെട്ട ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിച്ചാണ് മിഥുൻ യാത്രയായത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവനെക്കുറിച്ച് പറയുന്ന ഓരോ കഥകളിലുമുണ്ട്, ഓരോ കാര്യങ്ങളിലുമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ദിവസം പോലും അനിയനോട് മുഴുവൻ ഭക്ഷണവും കഴിക്കരുതേ, അത് തിരികെ വന്നതിന് ശേഷം തനിക്ക് കൂടി കഴിക്കണമെന്ന് പറഞ്ഞ് ബാക്കി വെച്ച, ദാരിദ്ര്യത്തെ അറിയാവുന്ന, ഭക്ഷണത്തിന്റെ വിലയറിയാവുന്ന, പണത്തിന്റെ വിലയറിയാവുന്ന, അച്ഛന്റെയും അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന ഒരു 13കാരനാണ്. ആ 13കാരനാണ് അധികൃത അനാസ്ഥയിൽപ്പെട്ട് ഇല്ലാതായത് എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം സങ്കടക്കാഴ്ചയാണ്, അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയാണ്. ഈ വീട്ടിലെ ഓരോ കാഴ്ചയും അത്രയധികം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. ഇപ്പോഴും തോരാത്ത, ഇവിടേക്ക് എത്തുന്ന ആളുകൾ പറയുന്നുണ്ട്. കാരണം ഈ നാട് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക്, കൊല്ലം ജില്ലയ്ക്കപ്പുറത്തേക്ക് മറ്റു പല ജില്ലകളിൽ നിന്നും മിഥുന് മൊഴിയർപ്പിക്കാനായി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്ത പാതകത്തിന് മിഥുൻ എന്ന 13കാരനോട് ഈ നാട് ചോദിക്കുന്ന മാപ്പാണ്, ഈ കുടുംബത്തിനോട് ചോദിക്കുന്ന മാപ്പാണ്. കാരണം ഏതൊക്കെ മന്ത്രിമാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, കുട്ടി എവിടെ വലിഞ്ഞു പിടിച്ചു കയറിയതാണെന്ന് എത്ര ആവർത്തിച്ചു പറഞ്ഞാലും ശരി, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ സംവിധാനം, ഇവിടുത്തെ വൈദ്യുതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പഞ്ചായത്തും, അത് ഭരിക്കുന്ന UDF-ഉം സർക്കാർ ഭരിക്കുന്ന LDF-ഉം, അങ്ങനെ ഓരോ മനുഷ്യരും സ്കൂൾ മാനേജ്മെന്റും അടക്കമുള്ളവർക്ക് ഈ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആ ബോധ്യം അവർക്ക് കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനു പിന്നാലെ അത്ര വലിയ ഇടപെടൽ, അതിന് തൊട്ടു പിന്നാലെ ഓരോ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നും നമ്മൾ കണ്ടതാണ്
കാഴ്ച ഇപ്പോഴും കാണുന്നതാണ്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കോവൂർ കുഞ്ഞുമോൻ MLA യും കോവൂർ കുഞ്ഞുമോൻ MLA-ക്കെതിരെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഉല്ലാസ് കോവൂരും PC വിഷ്ണുനാഥും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കണ്ടതാണ്. കാരണം അത് ഈ നാടിന്റെ കടമ, അവരുടെ ഓരോരുത്തരുടെയും കടമ എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഈ കുടുംബത്തിന് ഇനി വലിയ സർക്കാർ ആ കുടുംബത്തെ ഏറ്റെടുക്കുമെന്നും പഠനം ഏറ്റെടുക്കുമെന്നുള്ളതൊക്കെ പിന്നീട് പ്രഖ്യാപിച്ച കാര്യങ്ങളാണ്. പണം നൽകും എന്നുള്ളത് പ്രഖ്യാപിച്ച കാര്യമാണ്. ഇനിയും പല സന്നദ്ധ സംഘടനകളും അവർക്ക് പണം നൽകും. അവരുടെ ജീവിത ചെലവുകൾ ഏറ്റെടുക്കാൻ ഇനി ആളുകൾ ഉണ്ടാകും. ഇനിയും നിരവധി പേർ അവർക്ക് സഹായവുമായി വരും. ഈ അധികൃത അനാസ്ഥയിൽ നടപടികൾ ഉണ്ടാകും, സസ്പെൻഷനുകൾ ഉണ്ടാകും. വീണ്ടും ആ സസ്പെൻഷനും അപ്പുറം അവരൊക്കെ ജോലിയിൽ പ്രവേശിക്കും. പിന്നീട് നമ്മൾ ഓരോരുത്തർക്കും മിഥുൻ വിസ്മൃതിയിലേക്ക് പോകും. പക്ഷെ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ പണം കൊണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഈ വീടിന്റെ കാവലാകേണ്ട മൂത്ത പുത്രൻ ഇല്ലാതാകുന്ന വേദന, അത് എങ്ങനെ ആ കുടുംബം ഇനി ഏതു കാലം എത്ര കാലം എടുത്താലും എങ്ങനെ മറക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഏതെങ്കിലും നിലയിൽ ആ മുറിവ് ഈ വീട്ടുകാർക്കുണങ്ങുന്നതല്ല. നമ്മൾ മറ്റുള്ളവരെല്ലാവരും ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നീടുള്ള തിരക്കുകൾക്കിടയിൽ മിഥുനെ മറന്നേക്കാം. പക്ഷേ ഈ വീടിന്, ഈ വീട്ടുകാർക്ക്, ഇവിടത്തുകാർക്ക് ഇനി ഏതു കാലത്താണ് മിഥുന്റെ വിടവ് നികത്താൻ കഴിയുക എന്നുള്ളതാണ് കാര്യം. അത്രയും മനുഷ്യരെക്കുറിച്ച്, ഒപ്പമുള്ളവരെ കുറിച്ച് കൂടി ചിന്തിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ എന്നുള്ളതാണ്. അതവന്റെ മരണം കൊണ്ട് തന്നെ അവൻ തെളിയിക്കുകയും ചെയ്തതാണ്. കാരണം സ്വന്തം ചെരുപ്പ് മുകളിലേക്ക് വീണപ്പോൾ അതെടുക്കാൻ പോയതല്ല, ഒരു ചെരുപ്പ് വാങ്ങാൻ പണം സ്വരുക്കൂട്ടി വെച്ചിരുന്നൊരു കുട്ടി, ആ കുട്ടി തന്റെ സുഹൃത്തിന്റെ സഹപാഠിയുടെ ചെരുപ്പ് കളിക്കിടയിൽ മുകളിലേക്ക് വീണപ്പോൾ ആ ചെരുപ്പ് എടുക്കാനായി കയറിയതാണ്. അത്രയും വലിയ വേദനയിലാണ്, കേരളത്തെ മൊത്തത്തിൽ വേദനയിലാക്കിയാണ് മിഥുൻ അന്ത്യയാത്രയ്ക്കൊരുങ്ങുന്നത്. സുഹൈൽ.